ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി നട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മുട്ടയൊന്നും ചേർക്കാതെ ഉള്ള ഒരു റെസിപ്പിയാണ്. ഇതൊന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ്. പഞ്ചസാര ഞാൻ ഒരു അരിപ്പയിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1-2 പ്രാവശ്യം അരിച്ച ശേഷം ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ രീതിയിൽ നല്ല ക്രീമി ആയിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. 1/2 കപ്പ് പാല് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം പാല് ഏകദേശം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതേ രീതിയിൽ കുറച്ചായി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബീറ്റർ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഈ പാലും ഓയിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം, സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. വിസ്ക് വെച്ച് ചെയ്താലും മതി, പക്ഷേ കുറച്ചധികം സമയം എടുക്കുന്നു മാത്രം. ഈ രീതിയിലായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് സീവ് ചെയ്ത് വെക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചു വെക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് സീവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ചായി നമ്മുടെ പാലിന്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്, പതിയെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. മൈദ മുഴുവൻ ഒന്നിച്ചിടരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ട് വരില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച 6 ഇഞ്ചിന്റെ ടിന്നിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് OTGയിലോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. OTGയിലാണെങ്കിൽ 10 മിനിറ്റ് നേരം 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. മേലെയും താഴെയുള്ള കോയിൽസ് ഓൺ ആയിരിക്കണം. എന്നിട്ട് 160 ഡിഗ്രിയിൽ 35 മിനിറ്റ് നേരം ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും അതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാല് 1/2 കപ്പും ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് അത് കുക്കായോ നോക്കിയിട്ട് മാത്രം പുറത്തേക്ക് എടുക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തണുക്കും. ആ സമയത്ത് നമുക്കിത് ഡിമോൾഡ് ചെയ്ത് വെക്കാം. കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സൈഡ്സ് ഒക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മുട്ടയില്ലാത്തത് കൊണ്ട് സോഫ്റ്റ് അല്ല എന്നൊന്നും കരുതണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെയർ ചെയ്യാവൂ. അതുവരെ ഒരു നെറ്റിന്റെ അടപ്പോ മറ്റോ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് ഐസിങ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കേക്ക് തണുത്ത ശേഷം കവർ ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഐസിങ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്തതാണ്. കേക്കിന്റെ ഏറ്റവും മേലെയുള്ള ഡോം ഷേപ്പുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കേക്ക് ഒന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുക. കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിന്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. സോക്കിങ്ങിനുള്ള മിൽക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് സോക്കിങ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വെച്ചിട്ട് നമ്മുടെ കേക്കിന്റെ ലെയേഴ്സിന്റെ ഒരു സൈഡ് മാത്രം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ അടിയിൽ വെക്കുന്ന ലെയർ ഇങ്ങനെ 2 ഭാഗവും വെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വിപ്പ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല സ്റ്റിഫ് പീക്സ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുക. ഒരു കേക്ക് പോട്ടിന്റെ നടുക്ക് ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കുക. വളരെ കുറച്ച് വെച്ചാൽ മതി. നമുക്ക് അവസാനം കേക്ക് എടുത്ത് ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതാണ്. അതുകൊണ്ട് അധികം വിപ്പിംഗ് ക്രീം ആക്കരുത്. അതിന് മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലെയറിന്റെ ഒരു സൈഡ് മാത്രം സോക്ക് ചെയ്താൽ മതി. അതിന്റെ മേലെ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് 3 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ വിപ്പ് ക്രീമും കൂടി ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം. മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇതിൽ കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് അവിടെ ഇവിടെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നട്ട്സും ആൽമണ്ട്സും റോസ്റ്റ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. സോക്ക് ചെയ്ത സൈഡ് അടിയിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. മറ്റേ സൈഡിൽ വീണ്ടും സോക്ക് ചെയ്യുക. അതിന് മേലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത എല്ലാ സ്റ്റെപ്പും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഗനാഷ് ആണ്. ഇതിന് പകരം കേക്കിന്റെ മേലെ ഒഴിക്കുന്ന ഗനാഷ് തന്നെ യൂസ് ചെയ്താലും മതി. അത് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇത് കേക്കിന്റെ ഏറ്റവും അടിയിലുള്ള പോർഷൻ ആണ്. ഈ ഭാഗത്ത് കുറച്ചൊന്ന് ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ സൈഡും കൂടി വെയിറ്റ് ചെയ്ത് വെക്കുക. കേക്കിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം ഏറ്റവും ടോപ്പിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രംസ് ഒന്നും വന്ന് ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ കിടക്കില്ല. വളരെ നീറ്റായിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ സൈഡ്സിലും കൂടി ഒന്ന് ഇതേപോലെ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത് ഫസ്റ്റ് കോട്ടാണ്, അതായത് ക്രം കോട്ട്. ഇത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. പിന്നെ കേക്കിന്റെ പൊടികളൊന്നും പുറത്തോട്ട് വരില്ല. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഒട്ടും കേക്കിന്റെ ഭാഗങ്ങൾ കാണാത്ത വിധത്തിൽ വേണം കവർ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ ക്രീമൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയുക. ഇനി ഇതിന് മേലെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനു മുമ്പായിട്ട് ഈ കേക്ക് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഗനാഷ് ഒഴിക്കുമ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ സൈഡിൽ നിന്നൊക്കെ മെൽറ്റ് ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യണം. നമ്മുടെ കേക്ക് പുറത്തെടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി വെക്കണം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കറികൾക്കൊന്നും യൂസ് ചെയ്യാത്ത പാൻ ആയിരിക്കണം. മഞ്ഞളിന്റെ കറിയോ ഒന്നും പാടില്ല. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1.5 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാവൂ. ഞാനിത് ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗനാഷ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യമേ ഉണ്ടാക്കി വെക്കാം. നമുക്ക് എന്തായാലും കേക്കിന്റെ ലെയേഴ്സിൽ കുറച്ച് ഗനാഷ് സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾ ഇത് ആദ്യം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം അതിനുവേണ്ടി യൂസ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് 2 പ്രാവശ്യം ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് അതിന് മേലെ ഗനാഷ് ഒഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗനാഷ് നന്നായിട്ടങ്ങ് തണുത്തുപോയി കട്ടിയായി പോവും. കേക്കിന്റെ മേലെ ഒഴിക്കണമെങ്കിൽ കുറച്ച് ചൂടുള്ള നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഗനാഷ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഒന്ന് പാലൊഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് ഒന്ന് ഡബിൾ ബോയിൽ മൈക്രോവേവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ചോക്ലേറ്റും ക്രീമും കൂടെ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗനാഷിനൊരു ചെറിയൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടറും ഇതിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായി മിക്സായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കണം. ഇതേപോലെയുള്ള ചെറിയ ചെറിയ തരികളൊക്കെ ഇതിലുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പം ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും അരിക്കുക. വൈറ്റ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ട്രേയോ പ്ലേറ്റോ എടുത്തിട്ട് അതിലൊരു ബൗൾ കമിഴ്ത്തി വെക്കുക. ഇനി നമ്മുടെ നമുക്ക് കേക്ക് ബോർഡോടെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ വെക്കാം. എന്നിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പം കേക്ക് ബോർഡിന്റെ മേലെയൊക്കെ ഈ ഗനാഷ് വരാൻ ചാൻസ് ഉണ്ട്. അത് ലാസ്റ്റ് ഒന്ന് തുടച്ച് കളയേണ്ടി വരും. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ കേക്ക് ഒന്ന് ജസ്റ്റ് ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് എടുത്ത് ഈ ബൗളിന്റെ മേലെ വെക്കുകയാണ്. കേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കേക്ക് ബോർഡുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച ആ സെന്റർ പോർഷൻ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു പാലറ്റ് നൈഫും കൂടെ വെച്ച് കേക്ക് എടുത്ത് വെച്ചാൽ മതി. വളരെ പതിയെ കേക്കിന്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അത് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും. നൈഫോ ഇതൊന്നും വെച്ചിട്ടൊന്നും സ്പ്രെഡ് ചെയ്യിക്കാൻ നോക്കരുത്. സൈഡ്സിലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടണം. കുറച്ച് ചൂടുള്ള നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഗനാഷ് ആയിരിക്കണം. വല്ലാതെ തണുക്കുന്നതോറും അത് കട്ടിയാവും. എന്ന് വെച്ച് അധികം ചൂട് പാടില്ല. വിപ്പിംഗ് ക്രീം ആകെ ഉരുകിപ്പോവും. ഒഴിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഒഴുകി പോകണം. ഇല്ലെങ്കിൽ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് കിട്ടില്ല. ഈ പ്ലേറ്റിൽ വീണ ഗനാഷ് നമുക്ക് റീയൂസ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അനക്കണ്ട. ഗനാഷൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ആവട്ടെ. കേക്കിൽ നിന്ന് എക്സ്ട്രാ ഗനാഷൊക്കെ ഇപ്പോൾ ഒഴുകി
സൈഡ്സിൽ നിന്നൊക്കെ ഉറ്റി വീണ് നമ്മുടെ ട്രേയിലേക്ക് എത്തിയിട്ടുണ്ട്. അധിക നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്, നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ ഉരുകി തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്തിട്ട് നമ്മുടെ കേക്ക് ബോർഡിലേക്ക് വെക്കാം. ഇനി കേക്ക് ബോർഡിൽ തന്നെ വെച്ച് ചെയ്യുന്നവർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന കേക്ക് ബോർഡിൽ കിടക്കുന്ന ഗനാഷൊക്കെ ഒന്ന് തുടച്ച് മാറ്റുക. അതിനുശേഷം എന്തെങ്കിലും ഡിസൈൻസ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സൈഡ്സ് ഒക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ അവിടെ ഇവിടെയായിട്ട് കുറച്ച് പിസ്ത വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഗനാഷ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഞാൻ ചെറിയ 1-2 ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 4-5 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മുട്ടയില്ലാത്തത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കേക്ക് പാലിലൊക്കെ നന്നായിട്ട് അങ്ങ് സോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.